ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ആക്ഷനും ത്രില്ലറും അങ്ങനത്തെ ജോണറുള്ള സിനിമകളൊക്കെ ആയിരുന്നു പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് കുറച്ച് റൊമാൻസിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് വി ലീവ് ഇൻ ടൈം. ഇതൊരു സജഷൻ വീഡിയോ അല്ല, ജസ്റ്റ് ഒരു റിവ്യൂ മാത്രമാണ്. ചിത്രത്തിലേക്ക് വന്നാൽ നോൺ ലീനിയർ ആയിട്ടാണ് ചിത്രത്തിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുകൂടി പറയാം. ചില ഇടങ്ങളിൽ, അതായത് ആദ്യമൊക്കെ നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ വന്നേക്കാം. കാരണം നമുക്ക് ബാക്കിയുള്ള ചിത്രങ്ങളെ പോലെയല്ല, പെട്ടെന്ന് ആരും നോൺ ലീനിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് ചെറിയ ചെറിയ കൺഫ്യൂഷൻസ് ആദ്യം വരുമെങ്കിലും പിന്നീട് കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങിനോട് നമ്മളും പൊരുത്തപ്പെട്ട് നമുക്കും പിന്നീട് മനസ്സിലാകുന്ന തരത്തിലേക്ക് കഥ നീങ്ങുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ നായകനും നായികയും ആദ്യം എങ്ങനെ കണ്ടുമുട്ടുന്നു, അവരെങ്ങനെ ഇഷ്ടത്തിലാകുന്നു, റൊമാൻസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എങ്ങനെ ഇഷ്ടത്തിലാകുന്നു, അങ്ങനെ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുള്ളതല്ലേ എന്ന്. അതൊക്കെ തന്നെയാണ്. ഒരു ക്ലീഷേ സ്റ്റോറി ആണെങ്കിലും മറ്റു ചിത്രങ്ങളിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ്. മറ്റൊന്ന്, ചിത്രത്തിലെ അഭിനേതാക്കളുടെ മികച്ച പ്രകടനം തന്നെയാണ്. നായകനും നായികയായിട്ട് വന്ന രണ്ടുപേരും അവരുടേതായ കഴിവുകൾ പുറത്തെടുത്തിട്ടുണ്ട്. അവരുടേതായ കഴിവുകൾ നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിലും ഇതിലൂടെ വന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ മനോഹരമാക്കി അവരത് നമുക്ക് മുമ്പിൽ എത്തിച്ചിട്ടുണ്ട് എന്നത് ചിത്രത്തിൻ്റെ പോസിറ്റീവുകളിൽ ഒന്ന് തന്നെയാണ്. ചില രംഗങ്ങളിൽ നമുക്ക് തന്നെ തോന്നിപ്പോകാം ഒരു ഓസ്കാർ ലെവൽ പ്രകടനം തന്നെയല്ലേ എന്ന്. അതേപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രഫിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ആ ഒരു കളർ ഗ്രേഡിങ്ങും പിന്നെ ഓരോ ഫ്രെയിമുകളിലെ ഓരോ കാഴ്ചകളും മനോഹരമായിട്ട് തന്നെ അവരത് പകർത്തിയിട്ടുണ്ട്. ഒരു റൊമാൻറ്റിക് ചിത്രത്തിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഫ്രെയിമുകളാണ് ചിത്രത്തിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആസ്വാദനത്തിനെ അത് കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി നോക്കുമ്പോൾ ചിത്രം എനിക്ക് ചെറിയ ലാഗൊക്കെ സമ്മാനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് സിനിമയായിട്ട് ഞാനിത് പറയുന്നില്ല. വൺ ടൈം ആയിട്ട് കണ്ടു നോക്കാൻ പറ്റിയൊരു സിനിമയെന്നേ ഞാൻ പറയുള്ളൂ. അത് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ പറ്റിയൊരു ചിത്രം. ഇത്തരം കഥ പറച്ചിൽ ശൈലികളുടെ, അതായത് ഒരു നോൺ ലീനിയർ ആയിട്ട് പോകുന്ന കഥ പറച്ചിൽ ശൈലികളുടെ ഒരു ആരാധകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാൻ പറ്റിയൊരു ചിത്രം തന്നെയാണിത്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ചിത്രങ്ങൾ തേടി പിടിച്ച് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും പറ്റിയൊരു ചിത്രം കൂടിയാണ് ഇത്. ചിത്രത്തിൻ്റെ കഥയിലേക്ക് വരാത്തത് അത് ചിലപ്പോൾ നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. കാരണം ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടതാണെങ്കിലും ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സംസാരിച്ച് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിലുള്ളത്. അതായത് നായകനും നായികയും കണ്ടുമുട്ടുന്നു, പിന്നീട് അവരെങ്ങനെ ഇഷ്ടത്തിലാകുന്നു, ഇഷ്ടത്തിലായതിനു ശേഷമുള്ള അവരുടെ ജീവിതം, അങ്ങനെയുള്ളതൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പക്ഷേ അതിനിടയിലേക്ക് അവർ ഇൻജെക്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നമ്മുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമ്മളെ കൂടുതലും വേട്ടയാടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കണം. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചില റൂമേഴ്സൊക്കെ പരന്നിരുന്നു. അതായത് നമ്മുടെ നായകൻ കട്ട് പറയുന്നത് അറിയാണ്ട് മനം മറന്ന് അഭിനയിച്ച ചില രംഗങ്ങളും ചിത്രത്തിലുണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ അത്തരം രംഗങ്ങളും ചിത്രത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇത്തരം ചിത്രങ്ങൾ ഇഷ്ടമാണെങ്കിൽ, ഇത്തരം കഥ പറച്ചിൽ ശൈലി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ റൊമാൻസ് ചിത്രങ്ങൾ തേടിപ്പിടിച്ച് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇച്ചിരി സമയം മിച്ചമുണ്ട്, അപ്പോൾ ഒരു സിനിമ കാണാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചിത്രം കൂടെ കണ്ടു നോക്കുക. അപ്പം മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.